നല്ലത് കണ്ടാൽ നമ്മൾ എപ്പോഴും നല്ലതെന്ന് പറയണം അല്ലേ? സാധാരണ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെടുത്ത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കോലാഹലമൊക്കെ ഉണ്ടാക്കി മാറ്റാറുണ്ട്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്കൊന്നും എത്താറില്ല, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കണമെന്നൊന്നും അധികം ആർക്കും തോന്നാറില്ല. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ വന്നൊരു വിഷയം, അതൊരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ അത് എല്ലാവരും അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ആശ ഷെറിൻ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, ഒരു ചേച്ചി, അവര് ഒരുപാട് വർഷങ്ങളായിട്ട് നായ്ക്കളെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. റെസ്ക്യൂ ചെയ്യുന്ന മാത്രമല്ല, ദിവസവും തെരുവിലുള്ള ഒരുപാട് നായ്ക്കൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു. ഞാൻ അങ്ങനെ ഒരു ഡെയിലി ഫോളോവറൊന്നും അല്ല, പക്ഷേ യാദൃശികമായിട്ടാണ് ഇന്നലെ അവരുടെ ഒരു വീഡിയോ കണ്ടത്. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അവരോട് ഒരുപാട് റെസ്പെക്ട് തോന്നി. കാരണം ഈവൻ ഞാനാണെങ്കിൽ പോലും ഇത്തരം നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് നോക്കിയിട്ട് നടന്നു പോകും. പക്ഷേ ഈ ചേച്ചിയെ സംബന്ധിച്ച് അവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി എത്ര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു നായനെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് എനിക്കൊരു നായ വേണമെന്ന് തോന്നിയിട്ട് വില കൊടുത്ത് നായ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 രൂപ അല്ലെങ്കിൽ ആ റേഞ്ച് വരെ പോകും. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു നായനെ അഡോപ്റ്റ് ചെയ്തുകൂടാ എന്ന് കരുതിയിട്ട് ഫേസ്ബുക്കിലൊക്കെ തപ്പി നോക്കിയപ്പോഴാണ് ഒരു വീട്ടിൽ നായ പ്രസവിച്ച് കിടക്കുന്നു. അപ്പോൾ ആ കുട്ടികളെ അവർ കളയാൻ നിൽക്കുകയാണ്, അവർക്ക് അവിടെ വളർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കളയാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് കണ്ടു. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബ്രൗണീനെ ഞാൻ കൊണ്ടുവരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ അവനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന ആശ ചേച്ചി അവര് ഒരു നായനെ, അതും വളരെയധികം കഷ്ടപ്പെട്ട് കിടന്നൊരു നായ, അതിൻ്റെ വിശദ വിവരങ്ങൾ ആ ചേച്ചി തന്നെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ നായനെ ചേച്ചി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ചേറെ നാളായില്ലേ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട്. കാരണം ഞാൻ വീഡിയോ ഒന്നും ഇല്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം ഇവളാണ് കുറച്ച് ഒരു 1.5 മാസമായിട്ട് ഇവൾ എൻ്റെ കൂടെ ഉണ്ട്. ആറ്റിങ്ങൽ അവനവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി ഇടിച്ച് നടുവൊടിഞ്ഞ് 2 കാലുകൾ ചതഞ്ഞരഞ്ഞ് പുഴുവരിച്ച നിലയിൽ ഒരു 1.5 മാസത്തോളമായിട്ട് ഇങ്ങനെ വേദന തിന്ന് റോഡിലൂടെ ഇങ്ങനെ എല്ലും തോലുമായിട്ട് ഒരു പട്ടി ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ നടുവൊടിഞ്ഞു, കാലുകൾ പുഴുത്തു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡോഗ് ഞാൻ എന്ത് ചെയ്യും എടുത്തിട്ട് വന്നിട്ട്. അപ്പൊ ഞാൻ കരുതി മറ്റേതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കട്ടെ, അങ്ങനെയെങ്കിൽ അത് ശരിക്കും സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള കേസിന് മേഴ്സി കില്ലിംഗ് ആണ് ചെയ്യുന്നത്, ദയാവധമാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അപ്പോൾ തന്നെ ഞാൻ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഒരിക്കൽ ഡോക്ടർ അമൽ ഭാസ്കർ എന്ന് പറയുന്ന ARM പെറ്റിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഡോഗ്സിന്റെ ഈ ജീർണിച്ചു പോയ കാലുകൾ അല്ലെങ്കിൽ നടുവ് തളർന്നു പോയ ഡോഗ്സിന്റെയൊക്കെ കാലുകൾ, ചതഞ്ഞരഞ്ഞു പോയ ഈ കാലുകളെ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവർക്ക് 2 കൈകൾ കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ കുറെ ഈ 8-9 വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ കരുതി എങ്കിൽ നമുക്കത് എടുക്കാം, എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവളെ എടുത്ത് നേരെ ഡോക്ടർ അമൽ ഭാസ്കർ സാറിനെ കാണിച്ചു, ARM പെറ്റ്സിൽ കാണിച്ചു. അവിടെ വെച്ച് പുഴുവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നീക്കം ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ വീക്കാണെന്ന് മനസ്സിലായി. കാരണം ടിക് ഫീവറും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും ബ്ലഡൊന്നും ഇല്ലായിരുന്നു. 5-6 ദിവസം ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. ഒന്ന് ശരിയായതിനു ശേഷം ഒരു ഏകദേശമൊക്കെ ഒന്ന് നോക്കിയപ്പം സാറ് ചോദിച്ചു, സർജറി ചെയ്യാനായിട്ട് എങ്ങനെയാണ്, സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞു, സാറിന്റെ ഒരു വാക്ക് വിശ്വസിച്ചാണ് ഞാനിതിനെ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത്. അപ്പൊ സാറ് സർജറി ചെയ്യുന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു. സർജറി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഡോക്ടർ അമൽ ഭാസ്കർ സാർ പറഞ്ഞതുപോലെ ഒരു ദയാവധത്തിന് പോകാതെ 2 കൈകൾ വെച്ച് സുഖമായി ഇവള് നടക്കും. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. കണ്ടില്ലേ? ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, മനസ്സ് നിറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു വ്യക്തി
അവരൊരു വീട്ടമ്മയാണ്, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ പുള്ളിക്കാരി റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൽപ്രവൃത്തി കുറേയധികം വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കുറേ നായ്ക്കൾ, അത് ആൺ നായ്ക്കളായിക്കോട്ടെ പെൺനായ്ക്കളായിക്കോട്ടെ, കുറേ നായ്ക്കളെ അവർ റെസ്ക്യൂ ചെയ്ത്, അതും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റിയിട്ട് കഷ്ടപ്പെടുന്ന കുറേ നായ്ക്കൾ അവരെ റെസ്ക്യൂ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്, ഒരു വീട്ടമ്മയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ തെരുവുകളിൽ അലയുന്ന നായ്ക്കൾക്ക് രാത്രി ഭക്ഷണം കൊടുക്കുന്നത്. ഇന്ന് തെരുവ് നായ്ക്കളെ എല്ലാവരും കല്ലെറിഞ്ഞ് ഓടിക്കുകയും അല്ലെങ്കിൽ അതിനെ വടിയെടുത്തടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു സൽപ്രവൃത്തി ഇവർ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കൈകൂപ്പി വണങ്ങേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇതുപോലെ നായ്ക്കളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തത എന്ന് പറയുന്നത്, അതിൽ ഇവരുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു നായെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം എത്ര ഒരു ബാഡ് സിറ്റുവേഷൻ കിടക്കുന്ന ഒരു നായയാണെങ്കിൽ പോലും അവരതിനെ എടുത്ത് ഒരു ശതമാനമെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് പരിപാലിച്ചതേ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. അപ്പൊ ഈ മനസ്സിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സ്, അല്ലെങ്കിൽ അത്രയും ഒരു സൽപ്രവൃത്തി ചെയ്യാനുള്ളൊരു മനസ്സ് ഈ ചേച്ചിക്ക് ഉണ്ടായതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് എന്നും നല്ലത് മാത്രം വരാൻ വേണ്ടി. കാരണം ഒരുപാട് ആളുകൾ നായ്ക്കളെ വളർത്തിയിട്ട് തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു കാലമാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കാണും, പലയിടത്തും ഈ പറയുന്ന ഹൈബ്രിഡ് നായ്ക്കളെ തെരുവിൽ അലയുന്നതായിട്ട് കാണുന്നുണ്ട്, കൊണ്ട് കളയുന്നതായിട്ട് നമ്മൾ പോസ്റ്റുകൾ വായിക്കാറുണ്ട്. അവിടെ നിന്നെല്ലാം ഒരു ഓപ്പോസിറ്റ് സൈഡാണ് ദേ ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോയും ഈ പറഞ്ഞ ആശ ഷെറിൻ എന്ന് പറയുന്ന ചേച്ചിയും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു നായ്ക്കളെ റെസ്ക്യൂ ചെയ്യാനും അവരെ പരിപാലിക്കാനും ഒക്കെ ഈ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ, അവരുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, പക്ഷേ കാണാത്തവരിലേക്കും കൂടി ഇത് എത്തിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഒരുപാട് പരിമിതികളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവരെ ചീത്ത പറയാറുണ്ട്. കാരണം ഇവർ ഭക്ഷണം കൊടുക്കുന്നതാണ് തെരുവിൽ നായ്ക്കൾ വളരുന്നത്, നായ്ക്കൾ കൂടുന്നത്, അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇത്തരക്കാരും കൂടി നമ്മുടെ സൊസൈറ്റിയിൽ വേണം. ഈ പറയുന്ന തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനും ആളുകൾ ഉണ്ടാവണം. ഹൈബ്രിഡ് നായ്ക്കൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നാടൻ നായ്ക്കൾക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കണം.